ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ ബട്ടർഫ്ലൈ പർദ്ദ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അതിന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഇട്ടാൽ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, 3 മീറ്റർ ക്ലോത്താണ് നമുക്ക് പർദ്ദയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. കുറച്ച് കുഴഞ്ഞ ടൈപ്പ് അല്ലെങ്കിൽ സ്ട്രെച്ചബിളായ ക്ലോത്താണ് നമ്മൾ ബട്ടർഫ്ലൈ പർദ്ദയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. മീറ്ററിന് 150 രൂപയാണ് ഈ ക്ലോത്തിൻ്റെ റേറ്റ്. പല റേഞ്ചിലുള്ള ക്ലോത്തും നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം തന്നെ നമുക്ക് പർദ്ദയുടെ ക്ലോത്ത് 4 ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂടെ തുന്നൽ തുമ്പ് 1 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 53 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ തുന്നൽ തുമ്പ് 1 ആഡ് ചെയ്ത് 54 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി. അതിനുശേഷം നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. 4 ഇഞ്ച് അകലത്തിലും 1.5 ഇഞ്ച് ഇറക്കത്തിലുമാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത്. 1.5 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ നെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, ഷോൾഡർ കട്ട് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായ ഒരു മെത്തേഡാണിത്. നെക്സ്റ്റ് നമുക്ക് സ്ലീവാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് കട്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ നെക്ക് പോയിൻ്റ് തൊട്ട് സ്ലീവിൻ്റെ ഇങ്ങേ അറ്റം വരെയാണ് ലെങ്ത്ത് എടുക്കുന്നത്. 25 ഇഞ്ചാണ് എനിക്കിവിടെ നെക്ക് പോയിൻ്റ് തൊട്ട് സ്ലീവിൻ്റെ അറ്റം വരെയുള്ള ലെങ്ത്ത് വരുന്നത്. അത് നമ്മൾ അതിനോട് കൂടെ 1 ഇഞ്ച് തുന്നൽ തുമ്പ് ആഡ് ചെയ്ത് 26 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. നമുക്കിതിവിടെ 26 ഇഞ്ച് ലെങ്ത്ത് ഫുള്ളായിട്ട് കിട്ടുന്നില്ല. ഒരു 5 ഇഞ്ച് ബാലൻസ് ഇവിടെ വരുന്നുണ്ട്. അത് നമ്മൾ ഒരു പീസ് കൂടെ ഇതിലേക്ക് സ്ലീവിന് ജോയിൻ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്തണം. 10 ഇഞ്ച് അല്ലെങ്കിൽ 11 ഇഞ്ച് വീതിയാണ് നോർമലി പർദ്ദയ്ക്ക് നമ്മൾ എടുക്കുന്നത്. ഇവിടെ 10 ഇഞ്ചാണ് ഞാൻ സ്ലീവിൻ്റെ വീതി എടുത്തത്. നെക്സ്റ്റ് നമ്മൾ ആം ഹോൾ നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല, എങ്കിലും ഇവിടെ നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു 13 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ച് ഇറക്കത്തിലും ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 7 ഇഞ്ച് വീതിയിലും ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഈ പോയിന്റിലൂടെ നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്ത് താഴോട്ട് വരഞ്ഞു കൊണ്ടുവരാം. ഇത് നമുക്ക് താഴോട്ടേക്ക് ഇങ്ങനെ വരഞ്ഞു പോയിട്ട് അടിഭാഗത്ത് എത്ര വീതിയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ വീതിയിലേക്ക് നമുക്ക് ഈ ലൈൻ ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം പർദ്ദയുടെ താഴ്ഭാഗത്തുള്ള വീതി അടയാളപ്പെടുത്തണം. 22.5 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് പർദ്ദൻ്റെ സൈഡ് തൂങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കുറച്ച് മേലോട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ മാർക്കിംഗ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്കൊന്ന് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. താഴ്ഭാഗത്ത് നിന്ന് മേലോട്ട് ഈ ലൈനിലൂടെ ഞാനിങ്ങനെ ഇത് കട്ട് ചെയ്ത് വന്നു. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇതാണ് നമ്മുടെ അബായിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാധാരണയായി പർദ്ദക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് നെക്ക് വരുന്നത്. കയറി ടൈപ്പ് ബോട്ടം നെക്ക് മോഡൽ കയറി ടൈപ്പ് നെക്കാണ് വരുന്നത്. ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിന് ഒരു പീസ് കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
നമുക്ക് 5 ഇഞ്ച് ലെങ്ത്ത് കുറവായിരുന്നു സ്ലീവിന്. അപ്പോൾ അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ 5 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്ലോത്ത് എടുക്കണം. സ്ലീവിന് നമ്മൾ സിംഗിൾ പീസ് ആഡ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയുണ്ടാവുക ഡബിൾ ലെയർ ആയിട്ട് വെക്കുമ്പോഴായിരിക്കും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്ക് 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയും തന്നെ ഉള്ള ക്ലോത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് 5 ഇഞ്ച് നീളം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച പീസാണിത്. ഇത് നമുക്ക് സ്ലീവിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്താൽ പർദ്ദ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഇതേപോലെ ഒരു പീസ് എടുക്കാം. അതിനുശേഷം പർദ്ദൻ്റെ നല്ല വശത്ത് ഈ പീസ് വരത്തക്ക രീതിയിൽ നമ്മൾ നെക്ക് ഇതിന് മേലെ വെക്കുക. ഇങ്ങനെ പർദ്ദൻ്റെ നല്ല വശത്ത് ഈ പീസ് വച്ചതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ റൗണ്ടിൽ ഇതിലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നടുവിലുള്ള ഈ നെക്കിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാലൻസ് ഉള്ള പീസ് നമുക്ക് ഉള്ളോട്ടേക്ക് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് നമുക്ക് അറ്റത്തൂടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ നെക്ക് കംപ്ലീറ്റ് ആയി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, താഴ്ഭാഗം കൂടെ മടക്കി അടിച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മുടെ പർദ്ദ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് പർദ്ദ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. പർദ്ദയിൽ വെക്കുന്ന എല്ലാവിധ സ്റ്റോൺസോ സീക്വൻസോ എന്തായാലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള വർക്കാണ് പർദ്ദയ്ക്ക് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് കോപ്പർ കളറുള്ള സീക്വൻസാണ് വാങ്ങിയത്. ഇത് ഞാൻ സ്ലീവിൽ മാത്രമാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് അയൺ ചെയ്ത് ഒട്ടിക്കുന്ന ടൈപ്പാണ്, അല്ലാതെ നമുക്ക് ഗമ്മിടുന്നതും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മേലെ കൂടെ അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പർദ്ദ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Thank you for watching.